ചേട്ടാ ഇതാണ് കേട്ടോ റിയലിൻ്റെ ഷോറൂം. അവർക്ക് വേറെ അവിടെയുണ്ട് കേട്ടോ ഒന്ന്, അതുകൊണ്ട് അപ്പോൾ കൂടെ വരുന്നിട്ടല്ലേ സൈസ് കിട്ടുള്ളൂ, മറ്റൊരു ഒറിജിനൽ. ആ ശരി, അത്ര എത്തില്ല. ഓക്കെ. ഹായ് ഗൈസ്, ഇത് മോട്ടോടോർക്കിൻ്റെ നമ്മുടെ സാഡിൽ സ്റ്റേ ആണ് കേട്ടോ. നമ്മൾ ഹിമാലയൻ്റെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണേ. ഇത് ഞാൻ ആദ്യം ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 3600 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം ഇത് 2 സ്റ്റാൻഡ്, 2 നമ്മുടെ സൈഡിലിങ്ങനെ അതിനടിയിൽ വരുന്ന ഇതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും അടിയിലേക്ക് നമ്മുടെ സൈലൻസറിനോ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത്. ഓക്കെ, പിന്നെ ബാക്ക് സൈഡിൽ നമ്പർ പ്ലേറ്റിൻ്റെ ആ ബാക്ക് സൈഡിലേക്കായിട്ട് വരുന്ന സാധനമാണ് ഇത്. ഓക്കെ, പിന്നെ ഇത് സ്ക്രൂസാണ് കേട്ടോ, അതിന് ടൈറ്റ് ചെയ്യാനും ഇതിനൊക്കെയുള്ള ഇതാണ് നമ്മുടെ സാഡിൽ സ്റ്റേ. ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും ഉണ്ടാവുന്നതാണേ കേട്ടോ. ഇത് മൊത്തമായിട്ടാണ് നമ്മളിപ്പം ഇത് വരുന്നത് കേട്ടോ. ഏകദേശം 3600 ചില്ലാനാണ് ഇതിന് വരുന്നത്. ഇതെന്തായാലും മസ്റ്റായിട്ട് വേണം, കാരണം വെച്ചാൽ നമുക്ക് ലോങ് ട്രിപ്പുകൾ പോകുന്ന സമയത്ത് നമുക്ക് സൈഡിലെ ബാഗൊക്കെ വെക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ സൈലൻസറിനത് തട്ടും. ഓക്കെ, അപ്പം അതിനുള്ള വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അപ്പം ഇതിപ്പം ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫിറ്റ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെങ്കിൽ, പിന്നെ ഇത് സംഭവം എന്ന് വെച്ചാൽ സ്റ്റാൻഡിൻ്റെ, ഹിമാലയൻ്റെ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യാനുള്ള സംഭവം കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റാൻഡൊക്കെ നമ്മൾ ചളിയിലൊക്കെ കൊണ്ടുപോകില്ലേ, അപ്പം അതൊക്കെ എന്താക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതും ഫിറ്റിംഗ് വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ടേ. ഹായ് ഗൈസ്, ഇത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിലപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഫിറ്റർ പോയിട്ടോ, ഇതിപ്പോൾ ഷോപ്പിൻ്റെ മുതലാളിയാണ് ഫിറ്റ് ചെയ്യുന്നത്. റിയൽ ആക്സസറീസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഓണർ തന്നെയാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത്. ഓണറായ പിന്നെ എല്ലാം ചെയ്യണമല്ലോ അല്ലേ. അപ്പം അതേമാതിരി തന്നെ ഈ ഭാഗത്തും ഫിറ്റ് ചെയ്യണം കേട്ടോ. ഇത് മോട്ടോഡോർക്കിൻ്റെ ആണ് കേട്ടോ, സഡിച്ച്. ഇത് നമ്മൾ വാറണ്ടി എത്രയാണ് പറഞ്ഞത്? 6 മാസം. 6 മാസം വാറണ്ടി ഉണ്ട് കേട്ടോ ഇതിന്. ഇപ്പോൾ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ നെറ്റ് അഴിക്കുക, ആ താഴത്ത് കാണുന്നില്ലേ, അതിനെ നെറ്റ് അഴിക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ഇതും അഴിക്കുക കേട്ടോ. ഇത് കലങ്കിയാണോ? അത് മുകളിൽ അതല്ല കലക്കിയാണല്ലേ, അത് നെറ്റാണ് താഴത്ത് വരുന്നത്. ഇതിൽ അതിലൊരു പിക്ചർ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, ടൂൾസിൻ്റെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ സാധനമാണ് അലങ്കി ഉപയോഗിച്ചിട്ട് കഴിക്കുക. ഇതെത്ര സൈസ് അലങ്കിൻ്റെ? സൈസ് 5 ആണല്ലേ. ചിലത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പൊട്ടിപ്പോയി ഉള്ളിൽ, ത്രെഡൊക്കെ തിരിച്ചിട്ട് കയറ്റുന്ന സമയത്ത് അല്ലേ, ത്രെഡൊക്കെ അല്ലേ. ഓക്കെ, ഇതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ്. അത് ശരി, പൊട്ടുന്ന ത്രെഡ് ലോക്കാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ കൊണ്ടുപോയിട്ടാണത് സാധാ ചെയ്യല് കേട്ടോ. അപ്പോൾ പിന്നെ സുഖമായിട്ട് വരും അല്ലേ. ഓക്കെ ഓക്കെ, ആ ശരി. ആ ശരി, ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ. ഒന്ന് ഇത് 2 ടൈറ്റ് ആക്കുക. പിന്നെ താഴത്ത് ഇവിടെ നെട്ടൂല്ലേ, ഇവിടെ നെറ്റാണ് കേട്ടോ വരുന്നത്.
സിമ്പിളാണ് പരിപാടി. അതൊരു പിക്ചർ ഉണ്ടാവും, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഏതാ ടൂൾസ് വേണ്ടെന്നോ കയ്യിലുണ്ട്. അത് ഞാനിപ്പോൾ തൽക്കാലം എടുത്തില്ല, അവർക്ക് അറിയുന്നതിനെ കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യുന്നതിനാണ് അതൊക്കെ ആവശ്യം വരുന്നത് കേട്ടോ. ഇതുണ്ടെങ്കിൽ വേറൊരു ലുക്കാണല്ലേ വണ്ടിക്ക്. ഇതിപ്പോൾ ഇതിനൊക്കെ വെക്കണത് ഹിമാലയനും പിന്നെ എക്സ്പൾസ് അല്ലേ, വി സ്റ്റോം, ഡൊമിനോർ. ഓ ഇതേ സെയിം തന്നെ ആണല്ലേ. അല്ല നമ്മളെ ഈ മോഡൽ വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലേ, ഓരോ വണ്ടി വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഹിമാലയന് പറ്റിയാണ്, ഓരോ വണ്ടിക്കും ഓരോ മാതിരിയാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഈ സാഡിൽ ബാഗൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ സൈലൻസർ അമ്മമാര് ചൂടായിരിക്കുമല്ലോ ഹിമാലയൻ്റെ, പൊതുവെ അറിയാലോ. അന്നപ്പം ഉരുകി പോവും. അതെ, സാഡിൽ ബാഗിൻ്റെ അടിയൊക്കെ പോയി പോകും അല്ലേ. ആ അത് ശരി. ആ ഇത് വെച്ചിട്ടും വെക്കാതെ. ആ അപ്പം താവൂലല്ലോ, ഇത് സ്റ്റാൻഡായിട്ട് നിൽക്കുമല്ലോ അല്ലേ. ഓക്കെ. അപ്പം ഇത് സൈലൻസറിൻ്റെ തടി, സൈലൻസർ ഒടുക്കത്തെ ചൂടാണ് ഈ ഹിമാലയൻ്റെ. അതൊക്കെ തട്ടിയുണ്ട് എപ്പോൾ ഒരുക്കിന്ന് വെച്ചാൽ. അപ്പം ഇവിടെ സ്റ്റാൻഡായിട്ട് നിന്നോളൂ ആ ബാഗ് കേട്ടോ. ഓക്കെ. അപ്പോൾ എത്ര വെയിറ്റ് ആയാലും അത് താങ്ങി അവിടെ നിന്നോളൂ. അപ്പോൾ വേണ്ടെങ്കിൽ അത് അഴിച്ചു വെക്കുകയും ചെയ്യാം അല്ലേ. ഓക്കെ, സപ്പോർട്ടായിരിക്കുള്ളൂ. ആ ഓക്കെ ഓക്കെ. ഇത് ഊരി ഒഴിവാക്കി നിട്ടണം കേട്ടോ അത്. ഓക്കെ, ഒറിജിനൽ. മറ്റേ വണ്ടീൻ്റെ അതിൻ്റെ സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെ ഉള്ളതാണ്, സാഡ് സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെ ഉള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ബാക്കിലെ വെയിറ്റിൻ്റെ ഇതായിരിക്കും അല്ലേ, ബാക്കിൽ സപ്പോർട്ടായി. ഇത് സപ്പോർട്ടല്ല, ഇത് സെൻറ്ററിലൊരു പിടുത്തത്, രണ്ട് പ്രസ്. ഓ ഓക്കെ ഓക്കെ. രണ്ടും കൂടി അല്ലേ, ഒരു പിടുത്തത്തിന് വേണ്ടി. ആ ഒക്കെ കൂടെ നമ്മൾ താങ്ങിക്കോളും. ഓക്കെ ഓക്കെ. ആ ശരിയാ ശരി. ആ ശരിയാ ശരി. ഓക്കെ. ബെൻഡായി പോകും അങ്ങനെയൊന്നും ഇല്ല അല്ലേ. അതെ അതെ അതെ. ആ അതെ ബെൻഡാവും അല്ലേ. മോട്ടോർ ടോർക്കിൻ്റെ അത്രയും ഗ്യാരണ്ടീഡാണ് പറയണത് അല്ലേ. ആണല്ലേ. ഓക്കെ. അപ്പോൾ മോട്ടോർ ടോർക്കിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് സാധനം വരുന്നതെന്നാണ് പറയണത്. ആ അതാണ് വാറണ്ടി വരുന്നത്. അതെ അതെ അതെ. അപ്പം കമ്പനി അത്രയും വാറണ്ടി തരാൻ കാരണം ഇത് മെയിൻ അത്രയും നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. മൂപ്പര് പറയുന്നത് വെച്ചാൽ മുന്നിൽ ആ ഗാർഡില്ലേ, ആ ടാങ്കിന് ആ ഗാർഡ്, അതൊക്കെ വെച്ചാൽ ബെൻഡായി പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതിനെക്കാട്ടൊക്കെ ഉറപ്പുള്ള സംഭവമായിട്ടാണ് ഇത് പറയണത് മോട്ടോർ ടോർക്കിൻ്റെ. ഇത് പൗഡർ കോട്ടിങ്ങിന് ഇത് എന്തെങ്കിലും ഇപ്പോൾ വാറണ്ടി വരുന്നത്? റസ്റ്റ് ഇതൊക്കെ വരാന്ന് വെച്ചാൽ 6 മാസം വാറണ്ടി ഉണ്ട്. ഓക്കെ. നമ്മൾ ഷോപ്പിലേക്ക് തന്നെ ഇവിടെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ. ഓ 2 ദിവസം ഇവിടെ വെച്ചെന്നാൽ ഫ്രഷ് ആയിട്ട്. ആ ഓക്കെ. ആ അയച്ചിട്ട് തിരിച്ച് വരണമല്ലോ അല്ലേ. ഇവിടെ തന്നെ തരും. ഓക്കെ ഓക്കെ. ആ ഹാ ഹാ. കറക്റ്റ് ബ്ലാക്കാ അല്ലേ. പൗഡർ കോട്ടാണ്. അതെ കറക്റ്റ് സെയിം. ഇതാ ഇതന്നെ ഒരു വ്യത്യാസമില്ല കേട്ടോ. ഒരു ഗ്ലേസിങ് ഉണ്ടെന്നുള്ളൂ, പക്ഷേ ഇതിന് ഒരു മാറ്റാണ്. ഇത്ര ഒരു സംഭവമുള്ളൂ. അതായത് ഇതിപ്പം പുറത്തേക്ക് ഫുഡ് ട്രസ്റ്റിനെക്കാട്ടും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ഫുഡ് ട്രസ്റ്റിൻ്റെ ഏകദേശം ആ ലെവലിൽ വരുന്നുണ്ട് അല്ലേ. ഓക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് വീണ് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ താങ്ങിക്കോളും. അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ കമ്പിക്ക് വരുന്നത്. അപ്പം ഗൈസ് നമുക്ക് ഒന്നും കൂടി ഫിറ്റ് ചെയ്യാണ്. ഇതിപ്പം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയാണുള്ളത് കണ്ടില്ലേ. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം കേട്ടോ. ഇനിയിപ്പം നമുക്ക് സ്റ്റാൻഡിൻ്റെ സ്റ്റേ അല്ലേ, സ്റ്റാൻഡ് ബേസ്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് സ്റ്റാൻഡ് ബേസ് ആണുള്ളത്, അതൊന്ന് കാണിക്കൂ. ഇതാ ഇങ്ങനെയാണല്ലോ കേട്ടോ. ഓക്കെ. അപ്പം വെച്ചാൽ ഇതിനെ ഗുണം എന്താ? ആ ആ ആ താഴ്ന്നു പോകും അല്ലേ. ഓക്കെ. മണ്ണിൽ വെക്കുന്നേരം അങ്ങോട്ട് പൂണ്ടു പോകും. നമ്മുടെ കുറ്റിമാരുള്ള സാധനം കൊണ്ട് അല്ലേ. അത്യാവശ്യം വെയിറ്റും ഉണ്ടല്ലോ വണ്ടിക്ക്. അപ്പം ഇതിങ്ങനെയാണ് കേട്ടോ വെക്കണേ. ഇത് 3 എണ്ണമായിട്ടുണ്ടാവും, 3 ലെയറാണ് അല്ലേ അത്. ഓക്കെ.
അപ്പോൾ ഈ വെച്ച മാതിരി തന്നെ നമ്മൾ വെച്ചിട്ട് സ്ക്രൂ ചെയ്യും കേട്ടോ. ഇത് സാധാരണ 8 വോൾട്ട് അല്ലേ? ആ അതെ അതെ അതെ. ആ അങ്ങനെ ഉണ്ടല്ലേ, തിരിച്ചിട്ട്. ഓ ഇത് തിരിഞ്ഞു പോരുത്, ഇതിങ്ങനെ മുകളിലേക്ക് തന്നെ ആയിട്ട് വരണം കേട്ടോ. അതാണ് ഇപ്പം പറഞ്ഞത്. നമ്മൾ വീണ് കഴിഞ്ഞാൽ ഹാൻഡിൽ പെട്ടെന്ന് ബെൻഡാവുന്നതാണ് പോലെ ഹിമാലയൻ്റെ കേട്ടോ. ഇതിപ്പോൾ വേറെ ഹിമാലയൻ്റെ ഇത് വരുന്നുണ്ടല്ലോ അല്ലേ നമ്മളെ ഇത് ഹാൻഡിൽ? മോട്ടോർ ടോർക്കിൻ്റെ ഉണ്ട്. അത് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആണോ അത്? ആ അത് ശരി, ബാറും ഉണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പം നമുക്ക് അടുത്തൊക്കെ ചെയ്യാം, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ടൈറ്റ് ചെയ്യുന്നത്. അപ്പം എന്നാലും പേടിക്കാതെ വണ്ടി അങ്ങോട്ട് സൈഡ് സ്റ്റാൻഡ് ഇട്ട് അങ്ങോട്ട് ഇട്ടുകൂടാ അല്ലേ? എനിക്കിത് പേടിയാണ് കുഴിഞ്ഞു പോകുമെന്നുള്ളതേ. ഞാൻ 2-3 പ്രാവശ്യം നോക്കിയിട്ടാണ് വെക്കാറ്. ഇവിടെ തന്നെ നേരത്തെ പൂഴിയായി പോയി റോഡ് സൈഡിൽ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അത് ഫിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ നമ്പർ വേണം ഇതിൽ കൊടുക്കാം കേട്ടോ, മെൻഷൻ ചെയ്യാം. ഇവിടെ എല്ലാ ആക്സസറീസും ഉണ്ട് കേട്ടോ, ഹിമാലയൻ്റെ എല്ലാം അല്ലേ, മൊത്തം ആക്സസറീസ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അതെ അതെ, എല്ലാ വണ്ടീനും ഉണ്ട്. അങ്ങനെ ഷോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പോകുന്നേരം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എവിടെ വരുന്നുണ്ട്? ഇവിടെ? ആ ഇതല്ലേ, ആ ശരി. എന്നാണ് നിങ്ങൾ പറഞ്ഞ ഇതാണല്ലേ? ആ ശരി. ആ ആ ആ ആ ശരി. ആ ആ ആ. ഇത് നമ്മളിപ്പോൾ ഒരു ചെറിയ ഷോപ്പായിട്ടാണ് കാണുന്നത് നമ്മൾ റിയലിൻ്റെ. ഇതിപ്പോൾ ഈ ഷോപ്പാണോ ഇതിൻ്റെയാ? ഈ ഷട്ടർ തന്നെ? ആ അത് ശരി. ഇതിപ്പം ഇവരെടുത്തിട്ട് നമ്മളിപ്പം ഇവിടെ ഷോപ്പാക്കാൻ പോകും കേട്ടോ. അവിടെ നിന്നെക്കാട്ടും കാര്യം അവിടെ റോഡ് ബ്ലോക്കൊക്കെ ആയാലേ നമ്മൾ 6000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് ശരി, ഇതിൻ്റെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 6000 സ്ക്വയർ ഫീറ്റാന്ന് കേട്ടോ പറയണേ. സ്ക്വയർ ഫീറ്റ് 60 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കുണ്ട്. അത് ശരി, ഇത് മുകളിലേക്കും ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഷോപ്പായിട്ടൊന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ കഴിഞ്ഞിട്ടല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പം ഇതാണ് ഗൈസ്, ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇതുണ്ടല്ലേ? ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് സ്റ്റാൻഡ് ചെയ്യാം. ഇപ്പം മണലിലായാലും ഒക്കെ തന്നെ അല്ലേ, അത്യാവശ്യം താങ്ങിക്കോളൂ അല്ലേ? ഓക്കെ. ആ അതെ 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 അതെ. അപ്പം അങ്ങനെയാണ് ഗൈസ്, ഇത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ശരി എന്നാൽ. ഇതാണ് കേട്ടോ റിയലിൻ്റെ ഷോറൂം. അവർക്ക് വേറെ അവിടെയുണ്ട് കേട്ടോ ഒന്ന്, അതുകൊണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് നമ്മളിപ്പം ബാക്കിലേക്ക് മാറുന്നത് കേട്ടോ. അത് കുറച്ചൊരു ടൈം എടുക്കുമെന്നാണ് പറയണത്. ആ ബിൽഡിങ്ങിൻ്റെ പണി ഇത്തിരി മുന്നോട്ടൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, ഒരു ഷോറൂമിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം. ഷോറൂമിൻ്റെ ഉള്ളിൽ കയറുവാണ്. അപ്പം ഇതാണ് കേട്ടോ ഹെൽമെറ്റിൻ്റെ കളക്ഷൻ. എന്താ ഒരുവിധ എല്ലാ കമ്പനീൻ്റെ ഹെൽമെറ്റും നമ്മളിവിടെ അവൈലബിൾ ആണ് കേട്ടോ. SMK, ഹമ്മർ, മുകളിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജാക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ജാക്കറ്റിൻ്റെ കളക്ഷൻ കേട്ടോ. ഇവിറ്റാണ് ഈ മോഡലാണ് ഞാൻ എടുത്തത്, റൈനോസിൻ്റെ. ഇത് 5920 950 വരുന്നത്. ഓക്കെ, അത് ചെറിയ രീതിയിൽ റിഡക്ഷൻ ഉണ്ട് കേട്ടോ. കമ്പനീൻ്റെ മുകളിലെ പ്രൈസാണ്, പക്ഷെ എന്നാലും ഇവിടെ
കുറച്ച് റിഡക്ഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഭാഗമാണ് കേട്ടോ നമ്മുടെ ഷോറൂമിൻ്റെ. ഓക്കെ.